അമിതവണ്ണം നിയന്ത്രിക്കാനും ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രചരണത്തിന് മോഹൻലാലും ശ്രേയാ ഘോഷാലും ഉൾപ്പെടെ 10 പേരെ നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവണ്ണവും ഭക്ഷ്യെണ്ണയുടെ അമിത ഉപയോഗവും കുറയ്ക്കാൻ കഴിഞ്ഞ മൻ കി ബാത്തിൽ മോദി ആഹ്വാനം ചെയ്തിരുന്നു. മോഹൻലാലിനും ശ്രേയാ ഘോഷാലിനും പുറമെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള, വ്യവസായി ആനന്ദ് മഹീന്ദ്ര, നടൻ ആർ മാധവൻ, ഭോജ്പുരി ഗായിക നിരാഹ, ഒളിമ്പിക് മെഡൽ ജേതാക്കളായ മനു ഭാക്കർ, മീരാഭായ് ചാനു, ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനി, രാജ്യസഭാംഗം സുധാമൂർത്തി എന്നിവരെയാണ് മോദി പ്രചരണത്തിനായി നാമനിർദ്ദേശം ചെയ്തത്. ഇവരോട് മറ്റ് 10 പേരെ നിർദ്ദേശിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. അമിതവണ്ണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനും ഭക്ഷണത്തിലെ ഭക്ഷ്യ എണ്ണ ഉപയോഗം കുറക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനുമാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നതെന്നും മോദി എക്സിൽ കുറിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഭക്ഷണത്തിൽ എണ്ണ കുറയ്ക്കുന്നതും അമിതവണ്ണം കൈകാര്യം ചെയ്യുന്നതും വ്യക്തിപരമായ തീരുമാനമല്ലെന്നും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡെറാഡൂണിൽ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചു. ഇത് രാജ്യത്തൊരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഈ വിഷയം അമിതവണ്ണമാണ്. ആരോഗ്യമുള്ള രാജ്യമാകാൻ അമിതവണ്ണത്തിന്റെ പ്രശ്നം നമ്മൾ തീർച്ചയായും കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നും മോദി പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ അമിതവണ്ണ കേസുകളിൽ ഇരട്ടിയായെന്നും കുട്ടികളിൽ പോലും അമിതവണ്ണം 4 മടങ്ങായി വർദ്ധിച്ച് കൂടുതൽ ആശങ്കാജനകമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. നിലവിൽ നാമനിർദ്ദേശം ചെയ്തവരോട് 10 പേരെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. മോദിയുടെ പ്രസ്താവനയ്ക്ക് പിറകെ ബോക്സർ നിഖാത് സെറീനും അമിതവണ്ണത്തെ ഒരു ദേശീയ ആശങ്കയായി നേരിടേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. റിംഗിലെ തന്റെ പ്രകടനം നിലനിർത്താൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരാനുള്ള പ്രതിബദ്ധത അവർ പങ്കുവെക്കുകയും ചെയ്തു. ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നും കാരണം താൻ അത് പിന്തുടരുന്നില്ലെങ്കിൽ അത് തന്റെ പ്രകടനത്തെ ബാധിക്കുമെന്നും താൻ പെട്ടെന്ന് ക്ഷീണിതനാകുമെന്നും സരിൻ പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.